ഹലോ ഹായ്, ഇന്നൊരു മിൽക്ക് റവ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 6 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് 3 ടീസ്പൂൺ വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചൊരു പാത്രം ഉണ്ട് കേട്ടോ. ഞാൻ കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ശേഷം ഒരു പാക്കറ്റ് പാലൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂൺ റവയും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ബട്ടറാണ് വേണ്ടത് കേട്ടോ, 1 ടീസ്പൂൺ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്ത കാരണം ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറുകല്ല, ഒന്ന് ചൂടായി വന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ പാല് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവിക്കാണ് വേവിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം നുറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. ശേഷം ഒരു ഇഡ്ഡലി ചമ്പിലാണ് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഡിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറി വന്ന ശേഷമാണ് പാത്രത്തിൽ നിന്ന് സൈഡൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുത്തിട്ടൊന്ന് എടുത്ത് നോക്കുന്നത്. അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.